ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ കൊഴുക്കട്ട നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണിത്. കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒക്കെ വൈകുന്നേരം നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞ് ചേർക്കാനായിട്ട്. നമ്മൾ ഈ മിക്സ് തയ്യാറാക്കി കൊഴുക്കട്ടയ്ക്കുള്ളിൽ വെക്കുന്ന സമയം ഒരുപാടങ്ങ് നമുക്ക് കൊഴുക്കട്ടയ്ക്ക് വലിപ്പം കൂടി പോകാതിരിക്കാനും പിന്നെ മിക്സ് വെളിയിലോട്ട് തള്ളിപ്പോരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത്. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അധികം എരിവില്ലാത്ത ഒരു പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് വഴലാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഓവറായിട്ട് അങ്ങ് വഴണ്ടു പോകാനൊന്നും വേണ്ട. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഈ കളറൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഇതൊന്ന് മൂത്ത് വരുന്നതിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ സവോളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈസ് അളവിൽ വേണം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് വലിയ പീസായിട്ട് കൊടുക്കേണ്ട. നമുക്കിതിനി വെന്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ജസ്റ്റ് ഒന്ന് തവി വെച്ചൊക്കെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് നമുക്ക് ഈ സവോളയുടെ കൂടിയൊക്കെ മിക്സ് ആയിപ്പോക്കോളും. അപ്പം നമുക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാമെന്ന് കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ കുത്തൽ മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ ചിക്കന് അധികമായിട്ട് ഈ ചിക്കന് വെള്ളമില്ല. അപ്പം നമുക്ക് ഈ ചിക്കന് വേവാൻ ആവശ്യമായ വെള്ളം ഇനി ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുത്തേച്ചാൽ മതി. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വളരെ നമുക്കൊരു ഡ്രൈ ആയിട്ട് വേണം വെന്ത് കിട്ടാനായിട്ട്. അപ്പം നമ്മുടെ മിക്സ് ഞാനിവിടെ അടച്ചു വെച്ച് ഇനിയൊന്ന് ഇത് വെന്ത് പറ്റി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്കവിടെ ചിക്കൻ ആവുന്ന സമയത്ത് നമുക്ക് വേണ്ട പൊടി ഇവിടെ മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ച് വെക്കാവുന്നതാണ്. അപ്പം ഞാൻ ഏകദേശം ഒരു 2 കപ്പ് അളവിലോളം അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്താലും മതി ഉപ്പും വെളിച്ചെണ്ണയും. ഞാനിപ്പോൾ പൊടിയിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇതിന് നമുക്കൊരു സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തും ഒന്ന് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ സാധാ കൊഴുക്കട്ടയ്ക്ക് കഴിക്കുന്ന രീതിയിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലൊരു സ്പൂൺ വെച്ച് ഇളക്കി നമുക്ക് ഒരു കൊഴുക്കട്ടയുടെ ഒരു പാകത്തിന് വേണ്ടി എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത് പല പൊടിയുടെയും അളവ് പല രീതിയിലാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം വേണം നമുക്കിതിനി കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് വെള്ളം കൂടി ഉള്ളൂ. അതിനി നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് വറ്റിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അരമുറി നാരങ്ങ നീരും കൂടിയാണ്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഒന്ന് നന്നായിട്ട് കൂട്ടി വെച്ച് പെട്ടെന്ന് ഒന്ന് പറ്റിച്ചെടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ആ സമയം നമുക്ക് നമ്മുടെ പൊടിയൊന്ന് കുഴച്ച് നല്ല സ്മൂത്താക്കി എടുക്കണം. അപ്പം ഇതൊന്നിവിടെ ഇരുന്ന് ചൂടാറട്ടെ. ആ സമയത്തേക്ക് നമുക്ക് നമ്മുടെ പൊടി കുഴച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് വേണ്ട മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ച് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. നല്ല മയത്തിൽ ഞാനിവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഒരുപാട് സൈസിലായിട്ടുള്ള കൊഴുക്കട്ട വേണ്ട, നമുക്കൊരു മീഡിയം സൈസ്. അപ്പോൾ ഇതുപോലെ കൊഴുക്കട്ട നമുക്ക് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ നടുവ് ഭാഗത്ത് ഒരു കുഴിവുണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഒരുപാട് മിക്സ് കുത്തി നിറച്ച് അങ്ങനെ വെച്ച് കൊടുക്കണ്ട. അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളിത് ബോളാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് പുറത്തോട്ടൊക്കെ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ സ്പ്രെഡ് ആവുന്നതാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇരിക്കത്തക്ക രീതി ഏകദേശം 1 സ്പൂൺ അളവിൽ അത്രത്തോളം മതി. ആ ഒരു അളവിന് മിക്സ് ഇതിനുള്ളിൽ വെച്ച് ഇതുപോലെ എല്ലാം ബോൾസ് ആക്കി എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇടഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊരു പൊട്ടൽ പോലെ തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം നനച്ചൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ അതങ്ങ് കവറായി കിട്ടും.
കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ എല്ലാ ബോൾസും നകത്തും ഫില്ലിംഗ് ഒക്കെ വെച്ച് നമ്മുടെ കൊഴുക്കട്ട ഞാൻ തയ്യാറാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം വളരെ പെട്ടെന്ന് മുന്നേ നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എന്താ ഇവിടെ ഞാൻ എല്ലാ കൊഴുക്കട്ടയും ഇതുപോലെ ബോൾസ് ആക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനിപ്പം നമുക്ക് അപ്പച്ചെമ്പിലേക്ക് വെച്ച് ആവി കയറ്റി എടുക്കാവുന്നു. അപ്പം എന്താ അപ്പച്ചെമ്പിൽ ഞാൻ വെള്ളമൊക്കെ വെച്ച് ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ കൊഴുക്കട്ട ആവി കയറി വരട്ടെ, അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കൊഴുക്കട്ട നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. ഒരു നല്ല അടിപൊളി സ്മെല്ലൊക്കെ തന്നെ വരുന്നുണ്ട്. അകത്ത് ആ ചിക്കൻ്റെ ഒരു മിക്സും പിന്നെ കൊഴുക്കട്ടയുടേതായ ഒരു സ്മെല്ലും ഒക്കെ കൂടെ വരുന്ന ഒരു അടിപൊളി സ്മെല്ല് തന്നെയാണ് വരുന്നത്. അപ്പം നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് ഇവിടെ ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം ദാ നമ്മുടെ ചൂട് കൊഴുക്കട്ട ഇവിടെ റെഡിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ്. എപ്പോഴും നമ്മൾ അകത്തും മധുരം വെച്ചുള്ള ഫില്ലിങ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഇച്ചിരി സ്പൈസി ഒക്കെ ആയിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഒരുപാട് ഓവർ എരിവോ അങ്ങനെ ഒന്നും തന്നെ ഈ ഒരു മിക്സിന് ഇല്ല. ഇതുപോലെ ഇനി അകത്ത് വേണമെങ്കിൽ നമുക്ക് പനീർ വെച്ചോ ബീഫ് വെച്ചോ ഒക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചിക്കൻ കൊഴുക്കട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.